ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ട്, പുതിയ വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ്റെ വീഡിയോകൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മളെ ഗ്ലൈഡർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൈഡർ ഫുഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഏത് ടീമാണോ വേൾഡ് കപ്പ് ഫൈനലിൽ കപ്പടിക്കുന്നത് ആ ടീമിൻ്റെ സ്റ്റിക്കറായിരിക്കും പിന്നെ ബസ്സിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെയിനാണ് വേൾഡ് കപ്പ് അടിച്ചത്. എനിക്ക് തോന്നിയിട്ടുണ്ടായത് സ്പെയിൻ അടിക്കുള്ളൂ. അവസാനം സ്പെയിൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെയിൻ്റെ വർക്കാണ് ഇനി ഈ വണ്ടി കയറ്റാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മളെ വർക്ക്ഷോപ്പ്. ഞാൻ കാണിക്കാം, പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. നമ്മളെ വർക്ക്ഷോപ്പ് ഇതാണ് ഗൈസ്. ഇപ്പം നമ്മളെ ബോഡി റിപ്പയറിങ് ഷോപ്പാണ് ഗൈസ്, അതും നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മളെ മെയിനായിട്ടുള്ളൊരു വണ്ടി കൂടി ഉണ്ട് ഗൈസ്. ഇവിടുന്ന് കൊമ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും മെയിനായിട്ടുള്ള വണ്ടി ഉണ്ട്, അതൊന്ന് നിങ്ങൾ കാണിച്ചിട്ട് നമുക്ക് നേരെ പോവാം ഗൈസ്. ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ നമ്മളെ ചൈനീസ് ലാമ്പ് സെഡോണിലാണ്. അപ്പോൾ ഈ സെഡോണിലാണ് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്ത് നമ്മളെ വണ്ടിയാണ്. വണ്ടി BS3 ആണ് ഗൈസ്. ഏതായാലും നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു വേഗ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതും വർക്കിലാണ്. ഇത് നമ്മൾ സെയിലിന് ഇട്ട വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ആർക്കാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പം ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട പേരിലാക്കി ഞാൻ തരും എന്നാണ് പറഞ്ഞത് ഗൈസ്. നെയിം ബോർഡ് അടക്കം നമ്മൾ സെറ്റ് ചെയ്ത് തരും. അപ്പം ഫുള്ള് കിള്ളാൻ ലൈറ്റ് വർക്കാണ്. നിങ്ങൾക്കാണ് അതിന് വേണ്ടി എഡീഷണൽ നെയിം. അതൊക്കെ നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനാഗ്രേഷൻ്റെ അന്നാണ് ഞാൻ ആ ഒരു വണ്ടി റിവീൽ ചെയ്യുക. ഏതായാലും നമുക്ക് അന്നായിരിക്കും നമ്മളെ മെയിനായിട്ടുള്ള ഗ്ലൈഡർ റിവീൽ ചെയ്യും. അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ എല്ലാം നടത്താൻ നോക്കുന്നുണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് കാണാം. പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള കാര്യം രണ്ട് നമ്മളെ വണ്ടികൾ, നമ്മളെ ക്രൂസറും പിക്കാച്ചും ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു അപ്ഡേഷൻ കൂടി ഐറ്റങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നേരെ നമ്മൾ ബുസ്സിലെ ലാങ്കിൻ്റെ ഷെഡിലാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. രണ്ട് സർപ്രൈസാണ് ഇവിടുന്ന് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ചെറുക്കന്മാരെ ഇറക്കണം. അപ്പോൾ ചെറുക്കന്മാരെ അവിടെ എവിടെയെങ്കിലും കൈ കൊണ്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ചെറുക്കനെ എവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നമ്മൾ ആ ചെറുക്കന്മാരെ പോയി ഇറക്കാം. ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്രൂസറാണ് ഗൈസ്. അപ്പം ക്രൂസർ നമ്മൾ ഫുള്ളി ലൈറ്റ് ഗ്രീനായിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഫുള്ളി ലൈറ്റ് ഗ്രീനാണ്. ഗ്രാഫിക്സ് നമ്മൾ അയച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഗ്രാഫിക്സ് എൻ്റെ രസമുള്ള പറഞ്ഞവർക്ക് നമ്മളെ ലാങ്കിൻ്റെ മോഡാണിത്. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇവൻ ഈ ലുക്കിലേക്ക് ഓടുക. നമുക്ക് രണ്ടാമത്തെ ചെറുക്കനെ കാണാം. ഒക്കെ സമയം വൈകിപ്പിക്കുന്നില്ല, പെട്ടെന്നാക്കാൻ. പിന്നെ ലാങ്കിൻ്റെ മോഡ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഞാൻ കാണിക്കുന്നില്ല. നേരെ നമുക്ക് പോവാം. രണ്ടാമത്തെ ചെറുക്കനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പീക്കാച്ചു നമ്മൾ വർക്ക് ചെയ്ത് കിള്ളാക്കിയിട്ടുണ്ട്. വെട്ടിയാറോൻ്റെ ലിപ്പൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കിള്ളാൻ ലുക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ലാങ്കിൻ്റെ വർക്കാണ്. പക്ഷെ ബാക്ക് എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും രണ്ടൊക്കെ അടിപൊളിയാക്കിയിട്ട് തന്നെ ഉണ്ട്. ബാക്കല്ല ഗൈസ്, അത് നമുക്ക് പിന്നെ റെഡിയാക്കാം. ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടി കിള്ളി ലുക്കിലാക്കി തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമ്മളെ ബസ്സിലെ ലാങ്കിനോട്. കാരണം അത്രയ്ക്ക് ലുക്കാക്കി തന്നിട്ടുണ്ട് മച്ചാൻ വണ്ടീനെ. എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് ജസ്റ്റ് ടെക്സ്റ്റ് ഡ്രൈവൊക്കെ ഓടിച്ചണം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.